ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും റാഹത്ത് തന്നെ ആയിരിക്കും അല്ലേ? എനിക്കിവിടെ റാഹത്ത് തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ. ഇന്നൊക്കെ മൂന്നാമത്തെ നോമ്പായല്ലേ. അപ്പം ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ അത്താഴം വയ്ക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല. എന്താ പറഞ്ഞാൽ എന്തപ്പോൾ ഈ ദിവസത്താൻ വയ്ക്കണതും ചോറ് വയ്ക്കണമൊക്കെ എന്തപ്പോൾ എടുക്കാനില്ലേ. അപ്പം ഇന്ന് നമ്മളെന്താ അറിയോ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ട കേട്ടോ. മസാല ബോണ്ട എന്ന് പറയൂല, നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ പറയുക, മസാല ബോണ്ട എന്നാണ് പറയുക. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് നമുക്ക് അറിയൂല. ഞങ്ങളിവിടെ മസാല ബോണ്ട എന്ന് പറയുക. അങ്ങനെ ഉരുളക്കിഴങ്ങ് എന്താക്കി നല്ലോണം വേവണ ഉരുളക്കിഴങ്ങ് പിന്നെ കുക്കറിലിട്ടിട്ട് 2-3 വിസിലടുപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ ഇഞ്ചിയും പച്ചമുളകും നല്ല അരച്ചിട്ടും ചേർക്കുക. പക്ഷെ നമ്മൾ കുട്ടികളില്ലോടത്താകുമ്പോൾ കുറച്ച് അരച്ചാൽ മതി, അപ്പോൾ കടിക്കൂലല്ലോ. പാകത്തിലിട്ട് കടിക്കാത്ത വിധത്തിൽ പിന്നെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒതുക്കിയിട്ട് അതിലേക്ക് കരിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും ഇച്ചിരി മുളകും പൊടിയും വല്ലാതെ എരിവുള്ളത് കാശ്മീരി മുളകായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, ഒഴിവുള്ളവർ കാണുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. റമദാൻ മാസം ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നാഷ്ട എന്താണ്, പത്തിരിയും മീനില്ലേ, കേദൽ മീൻ, എന്ത് മീൻ, ചൂര മീൻ എന്നല്ലേ പറയുക, അതും പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് വെള്ളം അവിടെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ റോളാക്കിയിട്ട് കടലപ്പൊടിയും മൈദപ്പൊടിയും കൂട്ടിയിട്ട് അതിൽ മുക്കിയിട്ട് ബജ്ജി ആക്കൂല നമ്മൾ, അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പത്തിരി എന്താക്കി പറഞ്ഞാൽ ഫസ്റ്റെല്ലാം ഞാൻ പരത്തി ചുട്ട്, ലാസ്റ്റിക്ക് ഞാൻ പ്രസ്സിൽ അമർത്തി ചുട്ട് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ അമർത്തിയിട്ട് ചുട്ട് കൊടുത്തതാണ്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് അപ്പോൾ എണ്ണക്കടിക്കില്ലത് ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം അതെല്ലാം ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നോമ്പുറക്കാനുള്ള സമയമായി. പിന്നെ ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലെ പിസ്തൻ്റെ എസൻസ് അതും കൊണ്ട് പിന്നെ ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. നല്ല വലിച്ച് കുടിക്കാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ആണല്ലോ വേണ്ടത്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, വത്തക്കുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നോമ്പുറക്കാൻ ഇത്രയൊക്കെയാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ കുഞ്ഞു മക്കളെ പാത്രം കഴുകിയിട്ടാണ് മടുത്ത് പോകുന്നത്. എത്രയോ അത് ആകണത് കഴുകി വെച്ചാലുമേ എത്രയോ പാത്രം കഴുകാനാകുന്നതെന്നാണ് പറയണത്. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇതെന്താ ഇത്ര പാത്രം കഴുകാൻ, എങ്ങനെ ഇപ്പം കുറേയെല്ലാം ഞാൻ എന്താക്കും അപ്പക്കപ്പള കഴുകാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര കഴുകാൻ ശ്രമിച്ചാലും എന്താണാവോ പണിയിട്ട് തീരുന്നുമില്ല. എന്നിട്ട് പറയാനിട്ട് വലിയൊരു പണിയല്ലേനും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. നിങ്ങളൊക്കെ നോമ്പൊക്കെ എങ്ങനെയാണ് പോകുന്നത്? കമൻറ്റിൽ അറിയിക്കിട്ടോ. നോമ്പൊക്കെ റാഹത്ത് തന്നെയാണോ? എല്ലാവർക്കും നല്ല കുഴപ്പമൊന്നുമില്ലല്ലേ? നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അൽഹംദുലില്ലാ. ഇതിപ്പോൾ അതാ ഈ ഒരു മാസം ഇതാ പറയുമ്പത്തിന് പോകും. എന്നൊക്കെ ഇപ്പം 3 നോമ്പായില്ലേ. അപ്പം എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഞാൻ നേരം വെളുത്തിട്ടാണ് കഴുകണത്, അത്താഴത്തിന് കഴുകിയിട്ടില്ല. അത്താഴത്തിന് ഓതുന്ന സമയമൊക്കെ ഇരുന്നിട്ട് നമ്മളെ പാത്രം കഴുകാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ എന്തായാലും നേരം വെളുക്കണം. പിന്നെ മക്കളെല്ലാം സ്കൂൾ പറഞ്ഞയച്ച് എന്നിട്ട് പിന്നെ പാത്രം കഴുകാൻ നിൽക്കണത് കേട്ടോ. അത്താഴത്തിന് അതിൻ്റെ മുമ്പത്തെ രാത്രിക്കത്തെല്ലാം നാഷ്ടാക്കിയതെല്ലാം കഴുകി വെക്കും. അത്താഴ ചോറ് കഴിച്ചത് കഴുകാൻ നിന്നില്ല. അപ്പോൾ ഞാനവിടെ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ മക്കളെന്താക്കും, മക്കളെ പാട്ടിനിരിക്കും. നമ്മൾ ഒരൊപ്പം ഇരിക്കുകയാണെങ്കിലല്ലേ ഒരു പിന്നെ ഓതാനും ദിക്റ് എല്ലാനൊക്കെ ഇരിക്കൽ. അപ്പോൾ അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ വിശേഷിച്ചിട്ടുള്ളൊരു വീഡിയോ ഒന്നുമില്ല. ഇപ്പം പിന്നെ ഈ നോമ്പിന് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. കാര്യമായ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എൻ്റെ അല്ലെങ്കിലും ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ വരുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് എന്താണോ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പിഴവ് എൻ്റെ വീഡിയോയിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കുറ്റാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും പെടാത്ത ഏതാണെങ്കിലും നിങ്ങൾ പിന്നെ കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ.